ആളുകളാണ് വിജയിച്ചു പോയത്. അതുകൊണ്ട് യാ റസൂലല്ലാഹ് കറം കീജേ ഖുദാ കേ വാസ്തേ, ഹബീബായ തങ്ങളൊന്ന് നോക്കുന്നൊരവസ്ഥ നമുക്ക് കിട്ടിയാൽ, പരിഗണനയുടെ ഒരു നോട്ടം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു പോയി. അതല്ലേ മഹാന്മാരെഴുതിയത്, യാ ഇലാഹി ഹർ ജഗാ തേരി അതാ കാ സാത്ത് ഹോ, ജബ് പരേ മുഷ്കിൽ ശേ മുഷ്കിൽ കുശാ കാ സാത്ത് ഹോ, യാ ഇലാഹി ഭൂൽ ജായേ नाज की तकलीफ को, शादिए दीदार हुस्ने मुस्तफा का साथ हो, या इलाही और तेरा की जबाए सख्त रात, उनके प्यारे मुँह की सुबह जाफिजा का साथ हो, या इलाही जब परे महशर में शो दारो गीर, अमन देने वाले प्यारे पेशवा का साथ हो, या इलाही जब ज़बाने बाहर आए प्यास से, साहिबे कौसर से जूदो अता का साथ हो, ദാഹിച്ച് വലഞ്ഞ് നാവുണങ്ങി അതാ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേരത്ത്, സാഹിബേ കൗസർ ശേ ജൂദോ അതാ കാ സാത്ത് ഹോ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹബിഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നുള്ള കൗസറാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ. ഓ ചെറുപ്പക്കാരാ, നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുകയാണ്, ചിലർ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുകയാണ്. നമുക്ക് ഉണർവ് അറിയാത്തവരാണ്. നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും കാണേണ്ടത് കാണാൻ കഴിയാതെ ഉറങ്ങുകയാണ്. ചിലർ ഉറങ്ങുമ്പോഴും അവർ ഉണർന്നിരിക്കുകയാണ്. അവരുടെ ആത്മാവുകൾ ജ്വലിക്കുകയാണ്, അകക്കണ്ണുകൾ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു ഞാൻ നിർത്താം. മഹാനരായ സയ്യിദുനാ ഉമർ ബിൻ അബ്ദുൽ അസീസ്, അഞ്ചാം ഖലീഫ എന്നറിയപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, മഹാനവറുകളെ കുറിച്ച് ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് ബിൻ മർവാൻ, അബ്ദുൽ മലിക് ബിൻ മർവാന്റെ മകളായ ഫാത്തിമ എന്ന റാണിയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരിയുടെ ഭാര്യ. മഹദി അവറുകൾ പറയാണ്, ഒരു രാത്രിയിൽ എന്റെ ഭർത്താവ് പെട്ടെന്ന് ഉണർന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ലഖദ് റഅയ്തു റുയാ, ഞാൻ അത്ഭുതകരമായ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് മോളെ. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ജഅൽതു ഫിദാക ഫഅഖ്ബിർനി ബിഹാ, ഞാൻ എല്ലാം നിങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നു, ആ സ്വപ്നം എന്നോടൊന്ന് പറയുമോ? അപ്പൊ എന്നോട് പറഞ്ഞു, മോളെ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരോടും പറയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. അതാ രാവിലെ ആയപ്പോൾ അവിടുന്ന് പറയുകയാണ്, മഹദി അവറുകൾ വിശദീകരിക്കുകയാണ്, ഓ എന്റെ പ്രിയമുള്ള ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ, നിങ്ങൾ അവിടുന്ന് കണ്ട സ്വപ്നമൊന്ന് പറഞ്ഞു തരാമോ? റഅയ്തുക അന്നി റുഫിഅതു ഇലാ അർളിൻ ഖളറാഅ വാസിഅ, ഞാൻ ഇന്നലെ രാത്രിയിൽ കണ്ടത് എന്നെ ഉയർത്തപ്പെട്ടു ഒരു ഹരിതാപമായ നല്ല പച്ചപ്പുള്ള വിശാലമായ ഒരു സ്ഥലത്തേക്ക്, നല്ലൊരു പച്ച പരവതാനിയിലേക്ക്. അവിടെ നല്ല ഒരു വെളുത്ത കൊട്ടാരമുണ്ട്, ഒരു വെള്ളി പോലെയുള്ള കൊട്ടാരം.
അതാ പുറത്തേക്ക് ഒരാൾ വരുന്നു ആ കൊട്ടാരത്തിൽ നിന്ന്. ഫഹതഫ ബിഅലാ സൗതിഹി, നല്ല ശബ്ദത്തിൽ വിളിച്ചു ചോദിക്കുന്നു, ഐന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഐന റസൂലുള്ളാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ? ഓ മുഅ്മിനീങ്ങളെ, ഒന്ന് എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് മുന്നോട്ട് നിൽക്കാമോ? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ കാണുകയാണ്, നല്ല ഒരു പച്ച പരവതാനിയിൽ വിശാലമായ ഹരിതാപമായ ഭൂമിയിലേക്ക് എന്നെ ഉയർത്തപ്പെട്ടതുപോലെ അവിടെ ഒരു വെള്ളിക്കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന് ആൾ ഇറങ്ങി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഐന റസൂലുള്ളാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ? إذ أقبل رسول الله صلى الله عليه وسلم حتى دخل ذلك القصر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ആ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ഒരാൾ ഇറങ്ങി വന്ന് ചോദിക്കുന്നു, ഐന അബൂബക്കർ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എവിടെ? ഐന ഇബ്നു അബീ ഖുഹാഫ, അബൂ ഖുഹാഫയുടെ മകൻ എവിടെ? إذ أقبل أبو بكر رضي الله عنه حتى دخل ذلك القصر. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വന്ന് കടന്നു കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക്. പിന്നീട് ഒരാൾ വന്ന് വിളിച്ചു ചോദിക്കുന്നു, ഐന ഉമർ ബിനുൽ ഖത്താബ്, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എവിടെ? فأقبل عمر رضي الله عنه حتى دخل ذلك القصر. عمر الفاروق തങ്ങളും ആ കൊട്ടാരത്തിലേക്ക് കടന്നു. അടുത്ത ഒരു വിളിനാദം മുഴങ്ങുകയാണ്, ഐന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എവിടെ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ വന്നു. ആ വെള്ളക്കൊട്ടാരത്തിലേക്ക് കടന്നുപോയി. ഐന അലി ഇബ്നു അബീ ത്വാലിബ്, അടുത്ത വിളി വന്നു, അലി റളിയല്ലാഹു അൻഹു എവിടെ? അവിടുന്ന് വന്ന് കൊട്ടാരത്തിലേക്ക് കടന്നു. പിന്നീട് അടുത്ത ഒരു വിളി വരുന്നു, ഐന ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് എവിടെ? فقمت حتى دخلت ذلك القصر. ഞാൻ എഴുന്നേറ്റ് ആ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്കാണ് ആനയിക്കപ്പെട്ടത്. വൽ ഖൗമു ഹൗലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും നേരത്തെ പറയപ്പെട്ടവരുണ്ട്. ബൈനി വബൈന നഫ്സി, ഞാൻ ഇങ്ങനെ ആത്മഗതം ചെയ്യുകയാണ്, ഐന അജ്ലിസു, ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടത്? അവസാനം ഫജലത്തു ഇലാ ജംബി അബീ, അവിടെ എന്റെ വലിയുപ്പയുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. വലിയുപ്പാന്റെ അടുക്കൽ പേരക്കുട്ടി എന്ന് നിലക്കിരിക്കാമല്ലോ. ഞാൻ അങ്ങനെ പോയി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടുക്കൽ ഇരുന്നു. ഫനളർതു, ഞാനൊന്ന് നോക്കിയപ്പോൾ ഫൈദാ അബൂബക്കറിൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളുടെ വലതുഭാഗത്തുണ്ട്. വൈദാ ഉമർ അൻ യസാരിഹി, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇടതുഭാഗത്തുണ്ട്. ഞങ്ങനെ നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെയും ഇടയിൽ ഒരാളുണ്ട്. ഞാൻ നോക്കിയത് ആരാണ്? മുത്തുനബി തങ്ങളുടെയും സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെയും ഇടയിൽ ആരാണ്? അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, സിദ്ദീഖുൽ, ഞാൻ ചോദിച്ചു, മൻ ഹാദർ റജുൽ അല്ലദീ ബൈന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീ ബക്കറിൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും മുത്തുനബി തങ്ങളുടെയും ഇടയിൽ ആരാണ്? അപ്പോഴേക്ക് മറുപടി പറഞ്ഞു, ഹാദാ ഈസ ഇബ്നു മറിയം, ഈസ അലൈഹിസ്സലാമാണ്. അപ്പോൾ ഇങ്ങനെ കേൾക്കുകയാണ്,
ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നു, ഇങ്ങനെ വിളിക്കുന്നു, ഓ ഉമറേ, തമസ്സക ബിമാ അൻത അലൈഹി, നിങ്ങളുള്ള ആശയത്തിൽ ഉറച്ചു നിന്നോ, വസ്ബുത് അലാ മാ അൻത അലൈഹി, നിങ്ങളുടെ നിലപാട് മാറ്റേണ്ടതില്ല, നിങ്ങളുടെ നടപടി മാറ്റേണ്ടതില്ല, നിങ്ങളുടെ ഭരണചിട്ടകൾ മാറ്റേണ്ടതില്ല. കഴിഞ്ഞ് എനിക്ക് അവിടുന്ന് പുറത്തേക്ക് പോകാൻ സമ്മതം കിട്ടി. നോക്കിയപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. വഹുവ ഖാരിജുൻ മിൻ ദാലികൽ ഖസ്രി, ഉസ്മാൻ തങ്ങൾ അവിടുന്ന് ഇറങ്ങി വരികയാണ്. യഖൂലു അൽഹംദുലില്ലാഹില്ലദീ നസറനി, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ്. അലി റളിയല്ലാഹു അൻഹു അതിന്റെ പിന്നിലുണ്ട്. മഹാനവറുകൾ കൊണ്ട് പറയാണ്, അൽഹംദുലില്ലാഹില്ലദീ ഗഫറലി, എനിക്ക് പുറത്തു തന്ന അല്ലാഹ് നിനക്കാണ് സർവസ്തുതിയും.